എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ ടൗണിലെ ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ പറയല്ലേ കല്ലുമഴ എന്ന് പറയല്ലേ. നമ്മുടെ നാട്ടിൽ മഴയൊന്നുമില്ല എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പയ്യന്നൂർ ടൗണിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ പയ്യന്നൂർ ടൗണാണ്, സെൻട്രൽ ബസാറിന്റെ അടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ രാവിലെ കാണാൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ റോഡില് ചരല് ഇങ്ങനെ വിതറിയിട്ടുണ്ട്. ഇത് വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് നാട്ടിലൊക്കെ ചരലുകള് ഓരോ പാടങ്ങൾ അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് തലങ്ങും വിലങ്ങും ലോറിയില് ടിപ്പറില് ഈ ചരലുകള് മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ പയ്യന്നൂർ ടൗണിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യന്നൂരിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളില് വ്യാപകമായിട്ട് ഭൂമാഫിയകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഒത്താശയോട് കൂടിയിട്ട് മണ്ണിട്ട് നികത്തുന്ന കാഴ്ച പലപ്പോഴും പറഞ്ഞൊരു മാധ്യമമാണ് പച്ചവെളിച്ചം. ഇതൊക്കെ പറഞ്ഞ് മടുത്തു. എന്നാൽ ഇന്ന് പയ്യന്നൂർ ടൗണില് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ ഇന്ന് ലോക പരിസ്ഥിതി ദിനവുമാണ്. ഈ ലോക പരിസ്ഥിതി ദിനത്തിലാണ് ഒരു ലോഡ്, എനിക്ക് തോന്നുന്നു വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ എന്ന് വെച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവം എന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഇത് ശരിക്കും ഇങ്ങനെ വീണു പോകാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ CCTV വെച്ചിട്ടുണ്ട്. നമ്മളെ പണങ്ങളൊക്കെ നികുതി പണമൊക്കെ ഉപയോഗിച്ച് CCTV ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. മഴ പെയ്തു കഴിഞ്ഞാല് ഇവിടെ വലിയ രീതിയിൽ മഴ വന്നു കഴിഞ്ഞാല് ഇവിടെ ഈ ചരലാണ് റോഡിലൂടെ പോകുന്ന സമയത്ത്, ടൂ വീലറൊക്കെ പോകുന്ന സമയത്ത് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അപകടത്തിനും സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. പയ്യന്നൂരില് സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് മൊത്തത്തിൽ അറിയാലോ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉഡായിപ്പായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ നടുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകള് അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലാകെ കെട്ടുകാഴ്ചകളുമായിട്ട് വരും. അവരൊക്കെ നട്ട മരങ്ങളുണ്ടെങ്കിൽ കേരളം വനമായിട്ട് മാറുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മൾക്കാർക്കുമില്ല. എന്തായാലും നമ്മുടെ പയ്യന്നൂരില് നമ്മുടെ ഓരോ തണ്ണീർത്തടങ്ങളും നമ്മൾക്കറിയാം. കാപ്പാടിൽ നമ്മള് കാപ്പാട് ബീച്ചിന്റെ അടുത്തൊക്കെ വ്യാപകമായിട്ട് വലിയ സമ്പന്ന ലോബി വ്യാപകമായിട്ട് തണ്ണീർത്തടങ്ങൾ നികത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേളോത്ത് പ്രദേശങ്ങളില് അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ പല പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് ഇങ്ങനെ നമ്മുടെ സമ്പന്ന ലോബികള് ഇതൊക്കെ നികത്തുന്നു എന്ന കാര്യങ്ങള് നമ്മുടെ തണ്ണീർത്തടങ്ങള് അതുപോലെ തന്നെ നെൽവയലുകൾ നികത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം, നഗരസഭ ഉറക്കിലായിരിക്കും. അതുപോലെ തന്നെ PWD റോഡാണ്. അവര് നിർബന്ധമായിട്ടും ഇവിടെ എത്തിയിട്ട് ഇതിന് പരിഹാരം കാണണം. ഇതെന്താണ് സംഭവം, ഇതിന്റെ പിന്നിൽ എന്താണ് എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാവണം. മഴ കനത്താൽ ഇവിടെ വീഴും, ആളുകൾ വീഴും, ടൂ വീലറുകൾ വീഴും. നമ്മൾ പലരും ശ്രദ്ധയോടുകൂടിയല്ല വാഹനങ്ങൾ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടില് കൊല്ലുന്ന മന്ത്രി തിന്നുന്ന പ്രജ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഏതായാലും പയ്യന്നൂരില് പരിസ്ഥിതി ദിനത്തില് ഇത്തരം ഒരു കാഴ്ച കാണിക്കേണ്ടി വന്നതിലുള്ള വിഷമമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ, എന്തോ ഒരു വികാരം പച്ചവെളിച്ചത്തെ നയിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സെൻട്രൽ ബസാറിലെ ഈ കല്ലുമഴയാണ്. ഇവിടെ മഴയൊന്നും കാര്യമായിട്ട് നമ്മളെ പയ്യന്നൂരിൽ പെയ്തിട്ടില്ല. ഈ കല്ലുമഴ നടത്തിയ സെൻട്രൽ ബസാറിലെ സ്ഥലത്ത് നിന്ന് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.